കുറെ കൂടെ നന്ദി കാണിക്കണ്ടേ സാർ നമ്മൾ അവരോട്? ഞാനും നിങ്ങളും ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എല്ലാം തരുന്നത് അവരാണ്. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നമ്മുടെ ഫ്രിഡ്ജ്, TV, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണം, ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ, ഇതെല്ലാം തരുന്ന അവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കേണ്ടത്. നമ്മളെ കാണുമ്പോൾ അവരല്ല, അവരെ കാണുമ്പോൾ നമ്മളാണ് സാർ എഴുന്നേറ്റ് നിൽക്കേണ്ടത്. ജനങ്ങളെ ഭരിക്കാനല്ല സാർ ജനാധിപത്യ സർക്കാർ, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കാൻ. അയ്യോ, സാധാരണ യക്ഷികളെല്ലാം വെള്ള വസ്ത്രത്തിലല്ലേ പറഞ്ഞത്, കളറുടുപ്പുമായിട്ട് വന്ന് ചുടല മാടനായിരിക്കും. മാമ എന്താ പുകയുടെ ഇടയില് ഒരാള് കാണാൻ വന്നിരിക്കണം മാമനെ. ആര്? നടി നടി. മാമ മാമ മാമോ, എന്താടാ നിങ്ങളിതവിടെ തിരിഞ്ഞു ഓടണത്? നീ ആര് കാണാൻ വന്നെന്ന് പറഞ്ഞ്? ഒരു നടി മാമ. അതുകൊണ്ട് തന്നെ ഞാൻ തിരിഞ്ഞു വയ്യത്. ആദ്യം തിരിഞ്ഞു പോയത്? ഈ വയത് കാലത്ത് ഞാൻ അവരെ മുഖത്ത് നോക്കണം, എന്തെങ്കിലും അശ്ലീല ആംഗ്യം കാണിച്ചെന്ന് പറയണം. എനിക്ക് വയത് കാലത്ത് ജയിലിൽ പോവാൻ വയ്യടാ. എന്റെ പൊന്നു മാമ, നിങ്ങൾ ഉദ്ദേശിക്കുമ്പോഴത്തെ ആളല്ല മാമ ഇത്. എന്തെങ്കിലും വന്നത്? എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എടാ പ്രാട്ടിയായി ധ്രുവ, ഈ കൊച്ച് യാത് സിനിമയിലെ നായികടാ? മാമ ഇംഗ്ലീഷ് സിനിമയില്ലേ ടൈറ്റാനിക്? യാതെ പഴയ ഇംഗ്ലീഷ് സിനിമ ടൈറ്റാനിക് ഇല്ലേ, അതിലെ നായികയാണ്. അയ്യോ, അതിലെ നായികയാണോ? ഓ, എങ്കിൽ ആ കൊച്ചു പറയുന്നത് മൊത്തം കേട്ടിട്ട് പോവാടാ. ആക്ച്വലി മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവുമായിട്ടുള്ള ഒരു ഇഷ്യൂ നമ്മളിപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എടാ ഞാൻ പോണ്ട. എന്ത്? എടാ ഒരാഴ്ച കൊണ്ട് നേരം വെളുത്താ ഇരുട്ടണത് വരെ ഈ ഒരു കാര്യമല്ലടാ കേൾക്കാവുള്ളൂ. എന്റെ പൊന്നുമാമ, ഇതല്ല പറയാനുള്ള വേറെ കാര്യമാണ്. അതെന്തെങ്കിലും നോട്ട് നിങ്ങൾ പറയണ കേൾക്ക, അതിനുമ്പ് ചാടി ഇറങ്ങി പോവാതെ. ഞാൻ ബേസിക്കലി പൊളിറ്റിക്കൽ സൈഡിൽ ഒരു കാര്യങ്ങൾ പോലും ഇതുവരേക്കും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്തിനാ വെച്ചിരിക്കണത്? എടാ ചെറുക്ക, പൊളിറ്റിക്കൽ കാര്യമൊക്കെ പറയാനുള്ള പ്രായവും പാരമ്പര്യവും ഒക്കെ ഈ കൊച്ചിനുണ്ടാടാ. എന്റെ മാമ, രാഷ്ട്രീയത്തിൽ എവിടെ മാമ പ്രായം ഇരിക്കണത്? അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെയാണെങ്കിൽ നമ്മളെ മേയർ ആവുമായിരുന്നു. ഇളം പ്രായത്തിലല്ലേ മേയറായത്? അതും ശരി തന്നെ. എനിക്ക് പേഴ്സണലി ഒരു പൊളിറ്റിക്കൽ സൈഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കോ നിൽക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. എടാ പ്രാട്ടിയേ, എന്തിനോമ എനിക്ക് രാഷ്ട്രീയമില്ലെന്ന് കൂടെ എന്തെന്നടാ ഈ കൊച്ചു ഓർമ്മിപ്പിക്കുന്നത്? അത് ഞാൻ ശ്രദ്ധിച്ചു മാമ. എന്തോ അങ്ങനെ പറയണത്? അതാണ് ഞാനും ചോദിക്കുന്നത്. ചിലപ്പോ ജയരാജ സഖാവിന്റെ ബന്ധുവല്ലേ തന്നെയാമോ ഇത്? ബന്ധുവോ ചേരാറിയോ എന്തൊക്കെ പറഞ്ഞാലും ഈ സംഭവത്തില് ഈ കൊച്ചിനെ ആരോ കെട്ടി എഴുന്നള്ളിച്ച് ഇറങ്ങിയതാണ് ഇപ്പൊ. തന്നെയല്ലേ മാമ? ആയിരിക്കാനേ സാധ്യതയുള്ളൂ. യാത്രക്കാരുള്ള ഒരു ബസ്സിലെ ഒരു ഡ്രൈവർ നമ്മളോട് ബിഹേവ് ചെയ്ത ഒരു രീതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എടേ, ആരടുത്ത് ബിഹേവ് ചെയ്ത കാര്യമാ പറയുന്നത്? എന്റെ പൊന്നു മാമ, ഈ നടിയുടെ അടുത്ത് ഡ്രൈവർ കാണിച്ച അശ്ലീല കാര്യമാണ് പറയണത്. യാതൊരു ഡ്രൈവർ? മറ്റേ മേയറടുത്ത് കാണിച്ചില്ല, അശ്ലീലം കാണിച്ചില്ല ഡ്രൈവർ. ഏതുവാ? ഓ, ഈ ചെറുക്കൻ ഇത് തന്നെയാ ജോലി. പിന്നല്ലാതെ ഇത് എന്നാ ജോലി? ഓ എടാ മിടുക്ക, എതുവേ. കാരണം നമ്മള് പെട്ടെന്ന് സ്റ്റക്കായി. എടാ പാട്ടിയായി, എടാ ചെറുക്ക അറിയാ, എടാ എന്താ ഞാൻ സ്റ്റക്കായി പോയി മാമ. മാമ എന്താടാ നിങ്ങളെന്ത് ഇങ്ങനെ ഇരിക്കണത്? ഇത് കേട്ടപ്പോ ഞാനും സ്റ്റക്കായി പോയതാ. ഞാൻ ആ പോസ്റ്റ് ഇട്ടതിന്റെ അടിയിൽ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട്. അതിൽ കുറെ പേര് എന്നോട് ചോദിച്ചു, ഇതിന് തെളിവുണ്ടോ? ഞാൻ എന്തിന് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ തെളിവെടുക്കണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ പ്രാട്ടിയേ, ഈ തെളിവും നൊട്ടിയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെറുപ്പിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വയ്യത്? ഞാനൊരു KSRTCയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഓടിച്ചിരുന്ന വണ്ടിയുടെ ആണ്. എടേ ഇതിനമ്മ നേരെ ഇരുട്ടി ഈ കൊച്ചിനെ എവിടെ നിർത്താതെ വീട്ടിൽ പറഞ്ഞോടെ. മാമ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ ഫോട്ടോ എന്റെ എടുത്തത് നിങ്ങളല്ല, പിന്നാരെ? ട്രാൻസ്പോർട്ട് ബസിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ എന്റെ അല്ലേ? അല്ലല്ല. എടാ ഇത്രയും കാലം ഇല്ലാതെ ഇപ്പൊ പിന്നെ ഈ തെളിവും പൊക്കി പിടിച്ചോണ്ട് ഈ കൊച്ചെന്തോ വന്നത്? ഞാനും അത് തന്നെ ആലോചിക്കണത്. അപ്പൊ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയത് ഇപ്പോഴായതുകൊണ്ടും ഈ ഒരു ഫോട്ടോ ഇത്രയും കാലമായിട്ട് എന്റെ ഫോണിൽ നിന്ന് കളയാതിരുന്നത് കൊണ്ടും മാത്രമാണ് ഞാനതിപ്പോ പോസ്റ്റ് ചെയ്തത്.
മേയർക്കെതിരെ കേസ് എടുക്കണമെന്നോ മാമ? ഇനി മേയർ രക്ഷപ്പെടാൻ എന്തൊരു പരിപാടി ഉണ്ടോ മാമ? മേയർ രക്ഷപ്പെടും. അതിന് ഇതേപോലത്തെ ചവറ ക്യാപ്സൂളുകൾ ഇറക്കിയിട്ട് കാര്യമില്ല. പിന്നെ എങ്ങനത്തെ ക്യാപ്സൂൾ ഇറക്കണം മാമ? രക്ഷപ്പെടാൻ വേണ്ടി ഒരു മെയിൻ യമണ്ടൻ ക്യാപ്സൂൾ ഇറക്കണം. അത് ഏത് ക്യാപ്സൂൾ മാമ? ജോലിയിൽ ആയി വയ്ക്കുന്ന. എന്തിനു മാമ? മേയർ സ്ഥാനന്റെ ആയി വയ്ക്കുന്നെന്ന്. ആയി വെച്ച നാട്ടുകാരും രക്ഷപ്പെടും, മേയറും രക്ഷപ്പെടും. തന്നെ